ഞാനൊരു പ്രവാസിയുടെ ഭാര്യയാണ്. ഞാൻ ഈ ഒരു വീഡിയോ എല്ലാ പ്രവാസിമാരുടെ ഭാര്യമാർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യണത്. കാണുന്നവർക്ക് ഭർത്താവ് ഗൾഫിലല്ലേ, അതിലെന്താ ഇപ്പം ഇത്ര വിഷമിക്കാനുള്ളത് എന്നൊക്കെ തോന്നും. പക്ഷെ വിഷമം എന്താണെന്നുള്ളത് ആ രണ്ടു പേർക്ക് മാത്രമേ അറിയുള്ളൂ. അതെല്ലാം പ്രവാസിമാരുടെ ഭാര്യമാർ ചെയ്യുന്ന പോലെ തന്നെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതെടുത്ത് ഞാൻ സ്റ്റോറി ആയിട്ട് ഇട്ടു. അത് എൻ്റെ അമ്മയാണ് ഫസ്റ്റ് വ്യൂ കണ്ടത് എൻ്റെ അമ്മ അയച്ച വോയിസ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. നല്ല നല്ല പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിക്കും. ഇപ്പം ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഒരു 2-3 മാസം കൂടി കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ട് വരില്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട, എന്നാലും ഞാൻ പോവില്ലേ ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ അവിടെ കടന്നതാ. പക്ഷെ ഞാൻ വിചാരിച്ചു വലിയ പേടിച്ച് ഇല്ലം ചൂടുക, നമ്മളീ പോവില്ല വെച്ചിരുന്ന ആരൊക്കെ നഷ്ടം നമുക്ക് തന്നെയല്ലേ. അപ്പം നമ്മൾ കുറച്ച് സഹിക്കും. അപ്പം അവനും ഇഷ്ടമുണ്ടായിട്ടാവില്ല അവൻ ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്നത്. പൈസ വേണം, അവന് പൈസ ഇല്ലാണ്ട് ആവുമ്പോൾ അതിൻ്റെ വില അവന് നന്നായിട്ട് അറിയാം. അവന് കൊണ്ടുവന്ന അവൻ്റെ ഭാര്യേനെയും അതേപോലെ പൈസ ഇല്ലാണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്താൻ പറ്റില്ല എന്നുള്ള കാര്യം അവന് നന്നായിട്ട് അറിയണോണ്ടല്ലേ അവ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. നന്നേക്കാൾ കഷ്ടം അവൻ്റെ കാര്യം. ഇവിടുന്ന് പുറത്തേ പോവാത്ത അവനാണ് അവിടെ കിടന്നിട്ട് ഇവിടുന്ന് പോയി അവിടെ കിടന്ന് അവന് ഇഷ്ടമില്ലാത്ത ഫുഡായാലും കഴിച്ചിട്ട് അവൻ ആവണത്. നമുക്കൊന്നുമില്ലെങ്കിൽ നമുക്ക് അവനെ കാണാൻ പറ്റില്ല എന്നുള്ള വിഷമം തന്നെ. എന്നാലും അവനവൻ്റെ വേണ്ടപ്പെട്ടവരെ നടക്കി വല്ലപ്പോഴും കാണാം, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, അങ്ങനെയല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ രണ്ടുപേരും കൂടി ഒത്തുചേർന്ന് കൈപിടിച്ചാൽ നമുക്ക് നല്ലൊരു രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് ആരും അന്വേഷിക്കില്ല ഉണ്ണിയെ. പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാണ്ട് ആയാൽ അതിനെ കുറുങ്ങണോ 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 പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും.